യാത്രയിൽ എൻ്റെ ഭാവിയിലെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മറ്റൊരു കഥയും കൂടി ആയിരിക്കുകയാണ് സർവൈവിങ് ഇൻ ദ ആമസോണാസ്. കഴിഞ്ഞ ദിവസം നടന്ന അപകടം ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടമാണ് കേട്ടോ. കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വെറും കഥ മാത്രമായി മാറുമോ? എല്ലാവർക്കും നമസ്കാരം. ഇൻചാക്കിംഗ് നോമാൻ മാഹിൻ. എല്ലാവർക്കും അറിയാം, ഞാനിനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇരട്ടക്കരള് തന്നെയാണ്. തന്റെ ലൈഫിൽ ഒറ്റയ്ക്ക് യാത്രകൾ, അതും എവിടെയൊക്കെയാണ് പോകുന്നത്, എല്ലായിടത്തും ഒന്നും പോയി ഇപ്പോൾ ആമസോൺ കാട്ടിന്റെ അകത്തും പോയി, ഏറ്റവും റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലും പോയി, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റേ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലൊക്കെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത് അന്ന് കുറെ പൂരത്തള്ളക്കുള്ളിയും കിട്ടി, മറ്റേ തീവ്രവാദി സെറ്റപ്പ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആൾക്കാരെടുത്തിട്ട് അലക്കുകയും അങ്ങനെ ഭയങ്കര നെഗറ്റീവ് ആയൊക്കെ ഈ മാഹിന് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം തരണം ചെയ്ത് വന്നു. എന്നാലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഇപ്പോഴും മാഹിന്റെ കമന്റ് ബോക്സിൽ കാണാമെന്നതാണ് മറ്റൊരു വാസ്തവം. ഓക്കെ, വോട്ടവർ, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും നിറഞ്ഞൊരു പയ്യനാണ് ഈ മാഹിൻ. ഇവൻ ലൈഫിൽ കട്ടയ്ക്കെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാവരും കൊണ്ടൊന്നും ഇതൊന്നും പറ്റത്തില്ല. ഇങ്ങനെ വൺ റിസ്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിലോട്ട് യാത്രകൾ ചെയ്ത് അത് വ്ളോഗാക്കി നാട്ടുകാരെ കാണിക്കുക എന്ന് പറയുന്നത് വൺ റിസ്ക് ആണ്. യാത്ര ചെയ്യുന്നു, റിസ്കി യാത്രകൾ, അതും അതിന്റെ ഇടയിൽ അതിനെ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ചെറിയൊരു കാര്യമല്ല. യാത്രയെ സ്നേഹിക്കുന്നവർ ഇവന്റെയൊക്കെ വീഡിയോ കാണുന്നുണ്ട്. എന്റെ പൊന്നടാവേ, കണ്ണുകളിൽ ഇരുന്നു പോകും. ഉള്ള കാര്യം പറയല്ലോ. ആമസോൺ കാട് എന്ന് പറയുന്നത് ആപ്പ കാടല്ല, നമ്മുടെ ഇവിടുത്തെ മറ്റേ സൈഡിലുള്ള കുളം പോലെ ഒന്നും അല്ല. ചങ്ങാടം കെട്ടി പോകാനായിട്ട് അത് കാണിച്ചത് മാഹിൻ കാണിച്ചിട്ടുള്ള ലോക മണ്ടത്തരമാണ്. എന്നാലും 2 ദിവസം മുന്നേ ആശാനെ ഒന്ന് കാണുവാനില്ലായിരുന്നു. ആശാനെ പറ്റിയിട്ട് ഒരു വിവരമില്ലായിരുന്നു. ആമസോൺ കാട്ടിലോട്ട് ചങ്ങാടം കെട്ടി ഇറങ്ങിയതാണ്. പിന്നെ നടന്നത് ചരിത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റിസ്കി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ആമസോൺ കാട്ടിലെ പുഴയിലൂടെ പോകുമ്പോൾ അവിടെ കിടന്ന് 2 മരവും മുറിച്ച് ചങ്ങാടം കെട്ടി പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മണ്ടത്തരം ചെയ്ത ഒരു വ്യക്തി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത്രയും യാത്രകൾ ചെയ്ത് പരിചയമുള്ള താൻ ഇത്രയും റിസ്ക് എടുക്കുന്നത് കുഴപ്പമില്ല, നിങ്ങളുടെ ഓഡിയൻസിന് കാണിക്കാനും റീച്ച് കൂട്ടാനും ഒക്കെ നല്ലതാണ്. പക്ഷെ ഈ റിസ്ക് എടുത്തിട്ട് അവസാനം ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിക്കാനായിട്ട് നിങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യമാണ് അവിടെ ചോദ്യചിഹ്നമാവുന്നത്. സത്യം പറഞ്ഞ മണ്ടത്തരമാണ് മാഹിൻ കാണിച്ചിട്ടുള്ളത്. റിസ്ക് ഒക്കെ ഏറ്റെടുക്കുക, റീച്ച്, ലൈക്ക് എല്ലാം വേണം. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടാവണം. അതില്ലെങ്കിൽ പിന്നെ റീച്ചും ലൈക്കും ബാക്കിയുള്ള ന്യൂസുകാർ പിന്നെ കൊണ്ടുപോകും ചത്തു കഴിഞ്ഞ്. ഉള്ള കാര്യം പറയല്ല. മാഹിൻ ആമസോൺ കാട്ടിൽ മുങ്ങി ചത്തു എന്നാ, വല്ല ബോട്ട് തകർന്ന, അല്ലെ ചങ്ങാടം തകർന്ന് ചത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ന്യൂസുകാർ കൊണ്ടുപോകാനായിട്ട് നീ കാണത്തില്ല. അതുകൊണ്ട് ജീവിതമാണ്, ജീവനാണ്. ജീവനില്ലാതെ നമുക്കൊരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിലേ നമ്മൾ ചെയ്യുന്ന കാട്ടാപ്പുകൾ കാണാനായിട്ട് ആരെങ്കിലും ഒക്കെ കാണത്തുള്ളൂ. അല്ലെങ്കിൽ അത് പിന്നെ ന്യൂസുകാർ കൊണ്ടുപോകും, അവർ ചർച്ചയാക്കും. അല്ലാണ്ട് ഒരു തേങ്ങയും നടക്കത്തില്ല. അല്ലെങ്കിൽ ഒരു മണ്ടത്തരത്തിന്റെ മേൽ മണ്ടത്തരമാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. അങ്ങോട്ട് പോയിരിക്കണം ആമസോൺ കാട്ടിലോട്ട്. എന്തിന് പോയതൊന്നും കുഴപ്പമില്ലടേ. ഇത്രയും വിഡ്ഢിത്തനം കാണിച്ച് ചങ്ങാടം കെട്ടി പോകുന്ന ലോകം കണ്ട ഏറ്റവും വലിയ മണ്ടനായ ഒരുത്തന്നെ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി. ഇനി ഇതിനേക്കാളും വേറൊരു വിഷയമുണ്ട്. അതായത് 2-4 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. മാഹിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഫ്ലൈനിലാണ്. അദ്ദേഹത്തിൽ നിന്ന് അപ്ഡേറ്റുകളിൽ ഒന്നുമില്ല. അദ്ദേഹം സുരക്ഷിതനായിരിക്കാം. ഇന്റർനെറ്റ് ഇല്ലാത്ത യാത്ര ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ അപകടകരമായ ആമസോൺ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. ഈ സാധനം നിങ്ങൾ കണ്ടല്ല, സംഭവിച്ചിരിക്കാം. അദ്ദേഹം ഉടൻ സുരക്ഷിതനായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാഹിൻ യാത്രയുടെ 2ാം ദിവസം സൃഷ്ടിച്ച ഒരു ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റാണിത്. വേർ ഈസ് നോമാഡ് എന്ന് പറഞ്ഞും കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിലൊരു വാക്കുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. അതായത് ഇവരുടെ ഓഡിയൻസ് ഉണ്ടല്ലോ, ഈ ഓഡിയൻസിന് ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇത്രയും റിസ്കി ആയിട്ടുള്ള യാത്രയുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കാമെന്ന് പറയുമ്പോൾ അത് അങ്ങേരുടെ ആ ഒരു പോസ്റ്റ്, ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നെ ഈ ഒരു സാധനം വരുന്ന സമയത്ത് പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചെയ്തത്. ഓക്കെ, വോട്ടവർ. പക്ഷെ അങ്ങനെ ഒരു സാധനം വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ മാഹിനെ സപ്പോർട്ട് ചെയ്യുന്നവരും സ്നേഹിക്കുന്നവരായ വ്യക്തികൾ ആശങ്കയിലാവും. ഇത് കുറച്ച് ചർച്ചാ വിഷയമാണ്. ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ, മിസ്സിംഗ് എന്ന് പറഞ്ഞ് വന്ന സമയത്ത് തന്നെ പലരും എടുത്ത് റിയാക്ട് ചെയ്യാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കുറെ ആൾക്കാരിലേക്ക് വീണ്ടും എത്തി. ഇത് അത്രയും ഒരു ചർച്ചാ വിഷയമായി നിന്ന്. അപ്പൊ ഇനി ആൾക്കാർ ചിന്തിക്കുന്ന എന്താ മാഹിൻ തിരിച്ചു വരൂ, മാഹിൻ എവിടെ, മാഹിൻ എന്ത് പറ്റി എന്നുള്ളൊരു സാധനം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അവര് തന്നെ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മാഹിന്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ സാധനം ആശങ്കപ്പെടുത്തുന്ന സംഭവം. അപ്പോ നാട്ടുകാരെല്ലാം പിന്നെ ആ ഒരു ഇതിലോട്ട് തിരിയും. നമ്മുടെ ട്രക്ക് അർജുന്റെ കേസൊക്കെ ഓർമ്മയില്ലേ? അർജുനെ കിട്ടൂലേ ഇങ്ങനത്തെ ഒരു ഇതിൽ ആശങ്കയിലായി കേരളം മൊത്തം. അതുപോലെ ഒരു ആശങ്കയിൽ നിർത്താനുള്ള ഒരു സെറ്റപ്പായിട്ടാണ് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തോന്നിയിട്ടുള്ളത്. സുരക്ഷിതനായിരിക്കാം
ആവാതിരിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം അങ്ങനെ സാധനം പറയുമ്പോൾ അത്രയും റിസ്കിലാണ് മാഹിൻ പോയത്, അത്ര റിസ്കിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ അതും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ വരുമ്പോൾ അത് ജനങ്ങളിൽ ഒരു ഇത് വരും. പ്രത്യേകിച്ച് അവർ സപ്പോർട്ട് ചെയ്യുന്നവരിൽ കുറെ ആശങ്കപ്പെടുത്തും. അവർ പ്രാർത്ഥന തുടങ്ങും, കാര്യങ്ങളൊക്കെ തുടങ്ങും, ഓക്കെ ഓട്ടവർ. പക്ഷെ എനിക്കെന്തോ കബളിപ്പിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. സീരിയസിൽ പറയാം, സംഭവിച്ചിരിക്കാം എന്ന് പറയുന്നു. അടുത്ത 2 ദിവസത്തിൽ ആള് തിരിച്ചു വരുന്നു. അപ്പോ ഈ എന്ത് പറയും, കാത്തിരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഈ സംഭവം മാഹിന്റെ ഈ സംഭവം കത്തുകയും ജനങ്ങൾ പറയും മാഹിൻ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഒരു സാധനം കണക്ട് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇട്ടല്ല, അതിന് തൊട്ട് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയില് കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. നമ്മള് രാത്രി 10 മണിക്ക് ഹണ്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ആരാക്കൊണ്ടോ കേട്ടോ ഇവിടെ. ക്യാമറ എടുക്കാത്ത സമയത്ത് ഫുള്ള് ചിലപ്പോ ഇടിക്കാനൊക്കെ പോകും. കുറെ പ്രാവശ്യം ഇടിച്ചു, അപ്പോഴൊന്നും ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഹലോ ഫ്രണ്ട്സ്, ചിക്കനും വണ്ടേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഞാനിവിടെ പുറത്തു വന്നെന്ന് സ്വാഗതം പറയാണ്. ഇന്ന് നമ്മുടെ ആമസോൺ കാട്ടിലൂടെയുള്ള നമ്മുടെ നാപ്പോ റിവറിലൂടെയുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് കാപ്പോ പത്തങ്ക, നമ്മുടെ എൻഡ് ചെയ്യുന്നത് ഇക്കിത്തോസ് എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം 350 കിലോമീറ്റർ, 15 ദിവസം എടുത്തേക്കും. അപ്പം ഞാൻ ഈ കാണുന്ന ഇവിടുത്തെ വേസ്റ്റ് ബക്കറ്റിനെയൊക്കെ കഴുകി വൃത്തിയാക്കുക, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഓക്കെ, ഈ പെറു വഴി എങ്ങാണ്ടൊക്കെയാണ് ആമസോൺ കാട്ടിലൊക്കെ പോകുന്നത്. അതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ മാഹിൻ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ 5 ദിവസം മുന്നേ ഇടുന്നു, അതിനുശേഷം പിന്നെ ഒരു അപ്ഡേറ്റും ഇല്ല. പിന്നെ 2 ദിവസം മുന്നേ വരുന്ന പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം, ഈ ഒരു സാധനമാണ് വരുന്നത്. അപ്പോൾ സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാം, ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ അവർക്കൊരു പേടി ഉണ്ടാവും. അവരുടെ ആ ഒരു എന്ത് പറയാൻ മാനസിക ഒരു മെന്റൽ സ്റ്റെബിലിറ്റിയെ തന്നെ തകർക്കുന്ന രീതിയിലായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഓഡിയൻസ്, സ്ഥിരമായിട്ട് നമ്മളൊക്കെ വീഡിയോസ് കാണുന്ന ഓഡിയൻസിന് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റത്തില്ല, അവർക്ക് വിഷമം വരും. ഓഫ് കോഴ്സ് അത് സംഭവിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് ഈ മാഹിന്റെയൊക്കെ സ്ഥിരമായിട്ടുള്ള ഓഡിയൻസിന് പെട്ടെന്ന് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു സംഭവം വരും. ഇത് ചർച്ചാ വിഷയമാകും. അത് തന്നെ ആയിരിക്കണം മാഹിന്റെ ടീമും ഒരുപക്ഷെ ഉദ്ദേശിച്ചത്, എനിക്ക് അറിയത്തില്ല. പ്രത്യേകിച്ച് ആമസോണിൽ പോകുന്ന റിസ്കി യാത്രയാണ്, അതുകൊണ്ട് തന്നെ ഇതിനൊരു ചർച്ചാ വിഷയമാക്കി ഇട്ട് കൊടുക്കാമെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചാണ്. അത് എനിക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും ഫെയർ അല്ല കേട്ടോ. എന്തായാലും അതിനുശേഷം മാഹിൻ വന്നിട്ട് ഈ ഒരു പോസ്റ്റ് കഴിഞ്ഞ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 10-16 മണിക്കൂർ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആള് സേഫാണ്, വേറെ വിഷയമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ വീഡിയോ കണ്ട സമയത്ത് എന്തൊക്കെയോ തള്ളി മറിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല, ഓക്കെ, റിസ്ക് യാത്രയാണ് ചെയ്തത്, ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ഭാഗ്യം അങ്ങ് കൂട്ടിക്കോ. പക്ഷെ എന്തോ എവിടെയോ ഒരു അളിഞ്ഞ നാറ്റം എനിക്ക് അടിച്ച്. നമുക്ക് കാണാം. എന്റെ ഭാവിയിലെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മറ്റൊരു കഥയും കൂടി ആയിരിക്കുകയാണ്, സർവൈവിംഗ് ഇൻ ദ ആമസോണാസ്. കഴിഞ്ഞ ദിവസം നടന്ന അപകടം ഒരിക്കലും വിവരിക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടമാണ് കേട്ടോ. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിതൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തു കേട്ടോ. പലതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്. ഇപ്പൊ ഞാന് ഒരു വില്ലേജിലാണ്. ഈ വില്ലേജിൽ ഈ കാണുന്ന ഒരാൾക്ക് മാത്രം ഫോണുണ്ട്, അദ്ദേഹത്തിന്റെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റിവർ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ യാത്ര ആരംഭിച്ചത്. ഈ കാണുന്ന ഇവിടുത്തെ ഗ്രാമവാസികൾ എല്ലാരും കൂടെ ചേർന്ന് നമ്മളെ യാത്ര ആരംഭിച്ചു വിട്ടു. കുറെ നേരം കഴിഞ്ഞ് യാത്ര തുടങ്ങി. വലിയ മഴയായിരുന്നു. മഴ കാരണം പുഴയുടെ ഒഴുക്കും കൂടി. അങ്ങനെ വലിയ വൃക്ഷങ്ങള് ഈ പുഴയുടെ നടുക്കൊക്കെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം താണ്ടി നമ്മൾ പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോ പുഴയുടെ ഒഴുക്ക് കാരണം നമുക്ക് പെട്ടെന്ന് അത് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. നമ്മുടെ റാഫ്റ്റ്, വഞ്ചി എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇടിച്ചു.
ഇടിച്ച് ഈ പുഴയുടെ ഒഴുക്ക് കാരണം വഞ്ചി മറിഞ്ഞ് അടിയിൽ കൂടെ പോകാൻ തുടങ്ങി. ഈ അടിയിൽ കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചു ആ വലിയ തടിയിൽ പിടിച്ച് കയറി നിന്നു. അത് പൊട്ടി വീണു. പിന്നെ വേറൊരു വലിയ വൃക്ഷത്തടിയിൽ പിടിച്ച് ഞാൻ കയറി നിന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ വഞ്ചിയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളും സാധനങ്ങളും എല്ലാം മറിഞ്ഞ് ഈ സ്ക്യൂസായി അടിയിൽ കൂടെ പോയി മറിഞ്ഞ് അവര് പുഴ എടുത്തോണ്ട് പോയി. ഞാൻ ഒറ്റയ്ക്ക്. ഓഹോ നരൻ, ഓഹോ ഞാനൊരു നരൻ, പുതുജന്മം നേടിയ നരൻ, ഓ നരൻ ഞാനൊരു നരൻ. നരൻ സെറ്റപ്പായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, എന്തായാലും അത്യാവശ്യം റിസ്ക് ആയിട്ടാണ് താൻ യാത്ര ചെയ്ത് പോയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, റിസ്ക് തന്നെയായിരിക്കും, റിസ്ക് ആണ്. ആമസോൺ കാടിലൊക്കെ പോയിട്ട് ഇത്തരം മണ്ടത്തരം കാണിക്കാൻ മകനെ നിനക്കേ പറ്റത്തുള്ളൂ. ജീവിതം, ജീവൻ, ഇത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വല്ല കാര്യമുള്ളൂ. അല്ലാണ്ട് റിസ്ക് എടുത്ത് നാട്ടുകാരുടെ ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ട് പല കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം അടുപ്പ് കത്തിക്കുന്ന പോലെ പറക്കി വെച്ച് കത്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും കേട്ടാ. അതുകൊണ്ട് റിസ്ക് ഒക്കെ നല്ലത് തന്നെ എന്ന് വെച്ചിട്ട് അങ്ങേ അറ്റം റിസ്ക് എടുക്കാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് ആമസോണിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ജീവികൾ ഉണ്ടെന്ന് പോലും കണ്ടെത്തി തീർന്നിട്ടില്ല ഇന്നേ വരെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ. ഇനി വേറെ ഏതെങ്കിലും ഗോത്രങ്ങളുണ്ടോ, മനുഷ്യന്മാരെ തിന്നുന്നവന്മാരുണ്ടോ ഒന്നും അറിയത്തില്ല. എവിടെയാണ് അവന്മാർ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. അത്രയും റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ് ആമസോൺ. അവിടെ ഈ മണ്ടത്തരം കാണിച്ച് 2 ചങ്ങാടം കെട്ടി തടിയും പറക്കി ഇട്ടും കൊണ്ട് അടിച്ചു പിടിച്ചോണ്ട് പോകുന്നു. ഇത്രയും റിസ്ക് യാത്ര, ഇത്രയും മണ്ടനായിരുന്നു എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. സീരിയസ്ലി, ഇത് ചിലപ്പോൾ കുറെ പേര് എന്നെ കുറ്റം പറയും, അവൻ അത്ര റിസ്ക് എടുത്തല്ലോ യാത്ര ചെയ്യുന്നത്, എന്തിന് ഇത്ര റിസ്ക് എടുക്കുന്നു, ജീവൻ വെച്ച് കളിച്ചിട്ടാ റിസ്ക് എടുക്കുന്നത്. എനിക്കത് യോജിപ്പില്ല. ഞാൻ സീരിയസ്ലി പറയാം, എനിക്കത് യോജിപ്പൊന്നുമില്ല. ഇനി ഇതിന്റെ താഴെ വന്നിട്ടുള്ളൊരു കമന്റ്സ് വായിക്കും. ഇതിൽ ഇവൻ തന്നെ പിൻ ചെയ്തിട്ടുള്ളൊരു കമന്റ് ഉണ്ട്. പ്രാർത്ഥനകൾക്കും പിന്തുണയ്ക്കും നന്ദി. ഞാൻ എപ്പോഴും എന്ന പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ക്യാമറയും ഫോണും വെള്ളത്തിൽ പോയി മാരകമായ നദിയിൽ എന്റെ ജീവൻ നഷ്ടപ്പെടാത്തതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത്രയും റിസ്ക് എടുത്ത് പോയി ക്യാമറയും ഫോണും എല്ലാം നഷ്ടപ്പെടുത്തി നിനക്ക് എന്നാ കിട്ടി? ജീവൻ തിരിച്ചു കിട്ടിയതിനോ വലിയ കാര്യം. അതുകൊണ്ട് മണ്ടത്തരം കൊണ്ട് ഇതാവരുത്. മറ്റേ ഏതോ സിനിമയിൽ പറഞ്ഞല്ലോ, പോക്ക് രാജയിലാണെന്ന് തോന്നുന്നു, മറ്റേ രാജുവട്ടെ കെട്ടഴിച്ചു വിടാൻ പറയുമ്പം ആണത്തം കാണിക്കുന്ന മണ്ടത്തരം കാണിച്ചിട്ടാണോ? അതുപോലെയാണ് എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്. മണ്ടത്തരം കാണിച്ചിട്ടാണോ ആണത്തം കാണിക്കുന്ന, അല്ലെങ്കിൽ ചങ്കൂറ്റം കാണിക്കേണ്ടത്? സാഹസികമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ ജീവൻ എന്ന് പറയുന്ന സാധനം ഈ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് അർത്ഥമുള്ളൂ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കാം. അതൊരു അപകടമല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്ത മഹാമണ്ടത്തരം. അതെ, അതാണ്. അങ്ങനെ ഒരു യാത്ര സാഹസികമല്ല, മറിച്ച് അവിവേകമാണ്. അതെ, അതാണ്. ആൾക്കാർ അത് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ രാമൻകുട്ടിയുടെ ഒരു നമ്പർ അല്ലേ? ബ്രോന്റെ വീഡിയോ കണ്ടിട്ട് ആദ്യമായി തള്ളു ഫീൽ ചെയ്യുന്നത്. എനിക്കത് ഫീൽ ചെയ്തട്ടോ, കാര്യം പറയാം. വെള്ളത്തിനോടും തീയോടും കളിക്കാൻ നിൽക്കരുത്. അതെ, ആ കളി കളിച്ചു കഴിഞ്ഞാൽ അത് 1.5 കളിയായിരിക്കും. ഇനി ഇവന്റെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളും കൂടി ഞാനൊന്ന് കൊടുക്കാം. ആൾക്കാർ മൊത്തം പറയുന്നത് മണ്ടത്തരം കാണിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അല്ലാണ്ട് ഇത്ര റിസ്ക് എടുത്തൊരു യാത്ര ചെയ്ത് സ്വന്തം ജീവന പോലും വില കൽപ്പിക്കാതെ യാത്ര ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരാളെ രക്ഷിക്കാൻ പോകുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം 100% റിസ്ക് എടുത്ത് കളിക്കാം. ഒരാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ ജീവൻ പണയം വെച്ച് തന്നെ പോകണം. പക്ഷെ ഒരു യാത്ര ചെയ്ത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വ്ളോഗ് എടുക്കുന്നതിൽ ഇത്ര റിസ്ക് എടുക്കേണ്ട ഒരു കാര്യവുമില്ല. ബാക്കി വീഡിയോ ആണ്. ഞാൻ പുഴയുടെ നടുക്ക് ആ ഒരു വലിയ മരത്തടിയിൽ പിടിച്ചൊറ്റയ്ക്ക് നിന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ കൂടെ ചാടിപ്പോവാൻ വേണ്ടി നോക്കി. അപ്പോഴും അതെടുത്തോണ്ട് പോയി. അവര് 2 പേര് അങ്ങനെ പുഴയുടെ കൂടെ പൊയ്ക്കൊണ്ടിരുന്നു. പുഴയുടെ കൂടെ നമ്മുടെ പൊളിഞ്ഞ ചങ്ങാടവും ഒരു വലിയ മരത്തടിയും കൊണ്ട് അവരുടെ കൂടെ ഒഴുക്കിപ്പോയി. അങ്ങനെ എനിക്ക് വേറൊന്നും വഴിയില്ല. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ല. കഴിഞ്ഞ ദിവസം ദ ലോസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു കൊളംബിയൻ മൂവി, കൊളംബിയയിലെ 3 ഇൻഡിജീനിയസ് കുട്ടികളും ഫാമിലിയൊക്കെ പോയ ഒരു ഹെലികോപ്റ്റർ, ഒരു ചെറിയ ഫ്ലൈറ്റ് തകർന്നു വീണു. ആമസോൺ കാട്ടിൽ തകർന്നു വീണു. അതിൽ നിന്ന് എല്ലാവരും മരിച്ചു. ആ കുട്ടികൾ മരിച്ചില്ല. 11 മാസം പ്രായമുള്ള കുട്ടി വരെ ഉൾപ്പെടെ കാട്ടിലൂടെ 40 ദിവസം സർവൈവ് ചെയ്ത സിനിമ കണ്ടിട്ടാണ് ഞാൻ ഈ യാത്ര ഇന്നലെ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഈ പുഴയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ ഈ കാട്ടിലോട്ട് കയറണം. കാട്ടിലോട്ട് കയറിയാൽ 30 അല്ല 40 ദിവസമായാലും ഞാൻ സർവൈവ് ചെയ്യുന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. ബട്ട് പിന്നീട് ഇത്രയും നീന്തൽ എനിക്ക് പേടിയുള്ള ഞാൻ ആ കാട്ടിലോട്ട് പോകുന്നാണ് വിചാരിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഒഴുക്കിന്റെ ഡയറക്ഷനിൽ എതിരെയായിട്ട് കുറച്ച് ചരിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നീന്തി ഏകദേശം ഒരു 30 സെക്കൻഡോളം മരണവെപ്രാളത്തിൽ നീന്തിയപ്പോ ഞാൻ വേറൊരു വലിയ തടിയിൽ കയറി പിടിച്ചു. പിന്നെ അവിടെ നിന്നും വീണ്ടും നീന്താം. അങ്ങനെ വീണ്ടും നീന്തി ഞാൻ എങ്ങനെയൊക്കെ കരയിലെത്തി. പാമ്പിനെ വലിയ പേടിയാണ്. പാമ്പും വെള്ളവുമാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ളത്. ഒന്നും നോക്കിയില്ല. ബോട്ട് എങ്ങോട്ട് സഞ്ചരിച്ച ദിശയിലോട്ട് തന്നെ ഞാൻ കാട്ടിലൂടെ കയറി. കൈ ഫുള്ള് മുറിവ്, ചെരുപ്പില്ല, ഒന്നുമില്ല, കാലും കൈയും എല്ലാം മുറിവ്,
ചിലയിടത്ത് ബുഷസ് എത്തുമ്പോൾ ബുഷസ് എന്റെ തല മുകള് വരെ ഉണ്ടാവും. കാട്ടിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആക്കി മുൾച്ചെടികൾ എല്ലാത്തിന്റെ ഇടയിൽ കൂടെയൊക്കെ പോയി ചിലയിടത്ത് വന്നപ്പോ ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഒരു വാഴമരം ഉണ്ടായിരുന്നു. ഈ വാഴമരത്തിൽ നിന്ന് കുറെ പഴങ്ങളെല്ലാം പറിച്ച് ഞാൻ കയ്യിൽ വെച്ചു. കാരണം എനിക്കിനി സർവൈവ് ചെയ്യാനുള്ള സംഭവങ്ങൾ വേണമല്ലോ. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണു. എന്റെ വാഴപ്പഴം എല്ലാം പോയി. അങ്ങനെ വിഷമത്തിൽ വീണ്ടും നടന്ന് അങ്ങനെ ഞാൻ വിളിച്ചോണ്ട് പോവാ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവര് പോയ വഴി ഇവരിങ്ങനെ പുഴയിലോട്ട് പോകുമ്പോ ഇവരും വിളിച്ചോണ്ട് പോകുന്ന സമയത്ത് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോ ഇവരെ അവിടെ ഉള്ള ഏതോ ഒരു വില്ലേജിലുള്ള ഒരു വീട്ടിലുള്ള ആളുകൾ കണ്ടു. അങ്ങനെ അവര് തോണി എടുത്തോണ്ട് ഇവരുടെ പുറകെ പോയി ഇവരെ രക്ഷിച്ചു. ഇവരെ കൊണ്ടുവന്ന് അവരുടെ വീട്ടിലാക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചു അങ്ങനെ ഇവിടെ നിന്ന് കേട്ട് അവരും അവരുടെ ബോട്ട് എടുത്തോണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി പുഴയിലോട്ട് വന്നു. അങ്ങനെ ഞാൻ കാട്ടിൽ നിന്ന് പുഴയുടെ സൈഡിലോട്ട് വന്നു. അങ്ങനെ അവരെന്നെ രക്ഷിച്ചു. ഓക്കെ, അവരങ്ങനെ രക്ഷിച്ചു. എനിക്കിത് പണ്ടത്തെ മറ്റേ അനാക്കൊണ്ട പാർട്ട് 3 എങ്ങണ്ട് ആ ഒരു ഫീൽ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് ഇതുപോലെ തന്നെയായിരുന്നു. അതുപോലത്തെ ഒരു കഥയാണ് ഈ കഥ പോലെ എനിക്ക് ഫീൽ ചെയ്തു. മറ്റേ മുള്ളിന്റെ ഇടയിൽ കൂടി മീൻസ് മറ്റേ തന്നെക്കാളും പൊക്കമുള്ള പുല്ലിന്റെ ഇടയിൽ കൂടിയൊക്കെ പോയൊരു കഥയൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. എന്തായാലും കൊള്ളടാ മാഹിനെ. സ്വന്തം ജീവിതവും ജീവനും പണയപ്പെടുത്തിക്കൊണ്ട് നീ എടുക്കുന്ന ഈ റിസ്ക് വലിയ റിസ്ക് ഒന്നും അല്ല. റിസ്ക് അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ്. പക്ഷെ അങ്ങനത്തെ റിസ്ക് എടുക്കുന്നതിന് ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. നമ്മളൊരു ആളുടെ ജീവൻ രക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഗതികെട്ട സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുന്ന റിസ്ക് പോലെ അല്ല വരുത്തി വെക്കുന്ന റിസ്കുകൾ. നമ്മൾ എന്തിനാണ് അങ്ങനത്തെ റിസ്ക് അങ്ങോട്ട് വരുത്തി വെക്കുന്നത്? എനിക്ക് താല്പര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നതാണ്. ഇങ്ങനത്തെ റിസ്ക് എടുത്തിട്ട് തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? നീ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത്. ഞാൻ 1-2 കമന്റ്സ് വായിക്കാം. ഒരു മുൻപരിചയമോ ധാരണയില്ലാതെ ആമസോൺ പോലത്തെ നദിയിൽ ഒരു ഉടായ്പ ചങ്ങാടവുമായി ഇറങ്ങിയ നിനക്ക് എന്ത് ലോക വിവരമാണ് ഉള്ളത്? കറക്റ്റ്. ലൈഫ് ഈസ് പ്രഷ്യസ് മാൻ. അത് കളഞ്ഞിട്ട് ലൈക്കും കമന്റും റീച്ച് നേടിയെടുക്കാൻ നോക്കുന്നത് ശുദ്ധ മണ്ടത്തരമല്ലേ? ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം? കറക്റ്റ് കമന്റാ. ഒരാവശ്യവുമില്ലാതെ കുത്തിക്കഴപ്പത് എന്ന് തന്നെ വേണം പറയാൻ. ജീവിതം വിലപ്പെട്ടതാണ്. മേലാൽ ഇത് ആവർത്തിക്കരുത്. അള്ളാഹു കാത്തു നിന്റെ ധൈര്യം. ഉമ്മയുടെ പ്രാർത്ഥന. ധൈര്യമൊന്നുമല്ല, ഇതിനെ കഴപ്പെന്നേ ഞാനും പറയത്തുള്ളൂ. ഇത് ധൈര്യത്തിന്റെ മേളില് കഴപ്പെന്ന് പറയുന്ന സാധനം വരും. നമുക്ക് ഓവർ കോൺഫിഡൻസ് വരുമ്പോ കഴപ്പ് കുത്തി കഴപ്പേനെ അവൻ ചെയ്തതെന്ന് നമ്മൾ പറയും. ആ സാധനമാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. തള്ളി മറിക്കി വാങ്ങ്. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, അത് വിശ്വസിക്കാൻ കുറെ വ്യൂവേഴ്സും. എനിക്ക് അതും ഡൗട്ടില്ലാതില്ല കേട്ടാ. അതൊരു അപകടമൊന്നുമല്ല. 4 തടി കൂട്ടിക്കെട്ടി പൊട്ട ചങ്ങാടം ഉണ്ടാക്കി മനഃപൂർവ്വം പോയതാണ്. നിങ്ങൾക്ക് അറിയാമായിരുന്നു അത് അപകടത്തിൽ ചെന്ന് ചാടുമെന്ന്. വേണമെങ്കിൽ ഇഷ്ടം ബോട്ടുകൾ വാടകയ്ക്ക് കിട്ടും. അവിടെയാണ് നിങ്ങൾ 4 തടി കൂട്ടിക്കെട്ടി കുത്തൊഴുക്കുള്ള നദിയിൽ കൂടി യാത്ര ചെയ്തത്. ഇതിന്റെ പേര് കുത്തിക്കഴപ്പ് എന്ന് തന്നെയാണ്. കറക്റ്റ്. ആദ്യമായി നിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ പ്രയാസമായി തോന്നുന്നു. അതും ഒരു ഇതാണ്. ദിസ് ഈസ് എ ഡ്രാമ. നിനക്ക് ചങ്ങാടത്തിൽ നിന്നുള്ള വിഷ്വൽസ് എങ്ങനെ കിട്ടി? അതും ആൾക്കാർ പറയുന്നുണ്ട് കേട്ടാ. ബ്രോ പ്ലീസ് ക്യാരി എ ലൈഫ് ജാക്കറ്റ് ഇൻ നെക്സ്റ്റ് ട്രിപ്പ്. അതായത് ഇവന് ഫോണും ക്യാമറയൊക്കെ കളഞ്ഞു പോയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ ചങ്ങാടത്തിലെ വിഷ്വൽസ് ഇവൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ? അത് ഉടായിപ്പല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പമ്പും വെള്ളവും വെടിയുള്ള നേരെ ആമസോൺ. ഓക്കെ, അങ്ങനെ പണ്ടൊരു കഥ ഉണ്ട്. പുലി വരുന്നേ എന്ന് പറഞ്ഞ അവസാനം പുലി വരുമ്പോ ആരും കാണൂല. നീ തന്നെ വേറെ ഉണ്ടാക്കല്ലേ മോനെ. എന്തോടാ എല്ലാം വാങ്ങി കൂട്ടുന്നുണ്ടല്ലോ. ഇത്രയും ഡേഞ്ചറായ ആമസോൺ നടത്തിയതിലൂടെ ഒരു സേഫ്റ്റിയും ഇല്ലാതെ തടി വലിച്ചു കെട്ടി യാത്ര ചെയ്യാൻ ഇറങ്ങി നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവൻ നരൻ സിനിമ കളിച്ചതെന്നാണ് തോന്നുന്നത്. ലാലേട്ടൻ കിടന്ന് തടി പിടിക്കുന്ന പോലെ അവിടെ കിടന്ന് തടി പിടിക്കാന്ന് വിചാരിച്ചേനാ. എവിടെ? ആമസോൺ കാട്ടിലിടാ. അത് ഷൂട്ടിങ്ങിലാ. ഇത് റിയൽ ലൈഫ് മണ്ടത്തരം കാണിക്കല്ലടാ. നീ പെരിയ സർവേർ തന്നിടെ മൂവി കഥ പറയുന്നു. അതെ ബ്രോ, ഞാൻ നിങ്ങളുടെ ആരാധകൻ ഒന്നുമായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ 4 ദിവസത്തിൽ ഒരു 20+ ടൈംസ് നിങ്ങളുടെ ചാനൽ വന്ന് നോക്കിയിരുന്നു. കുടുംബത്തിലെ ആരോ എന്ന പോലെ ഒരു ടെൻഷൻ തോന്നിയിരുന്നു. പ്രേ ചെയ്തിരുന്നു. സ്റ്റേ സേഫ് മാൻ, പ്ലീസ് റിപ്ലൈ ഇഫ് യു റീഡ് ദിസ്. അതായത് ആൾക്കാർ പറയുന്നുണ്ട് കുടുംബത്തിലെ പോലെ ഒരാളെ കാണുന്നുണ്ട്, സേഫ് ആണോ എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനൊരു കാര്യം പറയാം, നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന വ്യൂവേഴ്സിന്റെ ഇമോഷൻ വെച്ച് കളിക്കാതിരിക്കുക. ഉള്ള കാര്യം പറയാം. എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഉണ്ടാക്കിയത് എന്തെങ്കിലും കൊണ്ട് അർത്ഥമുണ്ടോ? റിസ്ക് ഒക്കെ എടുക്കണവിടെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ, അല്ലാതെ കഴപ്പാവരുത്. ഇത് കഴപ്പാണ്. ഇത് റിസ്ക് എടുത്തതല്ല, കുത്തി കഴപ്പ് കാണിച്ചതാണ്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവന് തന്നെ നഷ്ടം. പിന്നെ ഇതിലോ ഒരു സ്റ്റോറി പോലെ നാട്ടുകാർ പറയുന്നുണ്ട്, അറിയത്തില്ല. സ്വയം ജീവൻ എടുക്കാൻ പോയതാണ് അവിടെ ചങ്ങാടം കെട്ടി ആമസോൺ കാട്ടിലോട്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആണ്. ബൈ.